നമസ്കാരം. തിരുരങ്ങാടി ടുഡേ ന്യൂസ് അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. സ്വർണ്ണ സമ്പാദ്യം ഇനി തൂബയ്ക്കൊപ്പം 40-ാം വാർഷികാഘോഷത്തോടനുബന്ധിച്ച് തൂബ ജ്വല്ലറി അവതരിപ്പിക്കുന്നു കണ്ണഞ്ചിപ്പിക്കുന്ന ഗോൾഡൻ സ്കീമുകൾ. 5000 രൂപയിൽ തുടങ്ങുന്ന മാസ നിക്ഷേപ പദ്ധതി മുതൽ പ്രത്യേക മംഗല്യ ആനുകൂല്യങ്ങൾ നേടാം. പണിക്കൂലിയില്ലാതെയും പണിക്കൂലിയിൽ രജിസ്റ്റർ ചെയ്യാനും കൂടുതൽ അറിയാനും 908491 നിങ്ങളുടെ ഇഷ്ട സ്വർണ്ണമണിയാം ഇഷ്ടം പോലെ. ഹിന്ദു രാഷ്ട്രവാദം ഉന്നയിക്കുന്നവരെ എതിർക്കുന്നതിനൊപ്പം മുസ്ലിം രാഷ്ട്രവാദം ഉന്നയിക്കുന്നവരെയും എതിർക്കണമെന്ന കെ ശൈലജയുടെ നിയമസഭയിലെ പ്രസ്താവനയ്ക്കെതിരെ മുസ്ലിം ലീഗ് ജനറൽ സെക്രട്ടറി PM A സലാം ആരാണ് രാജ്യത്ത് മുസ്ലിം രാഷ്ട്രവാദം ഉന്നയിക്കുന്നതെന്ന് പറയുവാനുള്ള ഉത്തരവാദിത്വം കെ ശൈലജ കാണിക്കണമെന്ന് അദ്ദേഹം പറഞ്ഞു. കെ ശൈലജയുടെ കയ്യിൽ എന്ത് തെളിവാണ് ഇക്കാര്യത്തിൽ ഉള്ളത്? ശൈലജ പറയുന്നത് നുണയാണ്. ആരെങ്കിലും അബദ്ധത്തിൽ പോലും അങ്ങനെയൊരു ആവശ്യം ഉന്നയിച്ചാൽ അതിനെ എതിർക്കുന്നവരുടെ കൂട്ടത്തിൽ മുസ്ലിം ലീഗ് ഉണ്ടാകുമെന്നും PM A സലാം വ്യക്തമാക്കി. കെ ശൈലജയുടെ ഒരു പരാമർശം വലിയ ചർച്ച ചെയ്യുന്നുണ്ട്. ഹൈന്ദവ രാഷ്ട്രവാദത്തെ എതിർക്കുമ്പോൾ തന്നെ മുസ്ലിം രാഷ്ട്രവാദത്തെ എതിർക്കേണ്ടതാണെന്നല്ല പെട്ടെന്നുള്ളൊരു പരാമർശം പല വ്യാഖ്യാനങ്ങൾക്കുണ്ട്. എന്താണ് മുസ്ലിം ലീഗ് അതിനകത്തുള്ള പ്രതികരണം? അല്ല, അങ്ങനെ ഒരു വാദം ഉണ്ടെങ്കിൽ അതാരാണ് പുറത്തു കൊണ്ടുവന്നത് എന്ന് പറയേണ്ട ഉത്തരവാദിത്വം അവർക്കില്ല. ആരാണ് ഇന്ത്യ രാജ്യത്ത് മുസ്ലിം രാഷ്ട്രവാദം കൊണ്ടുവരുന്നത്? ആരാണത് പറഞ്ഞത്? അവരുടെ കയ്യിൽ എന്ത് തെളിവാണുള്ളത്? ഈ തൂക്കം ഒപ്പിക്കാനുള്ള പറച്ചിലുകൾ മാർക്സിസ്റ്റ് പാർട്ടി കുറേ കാലമായിട്ട് തുടങ്ങിയിട്ടുണ്ട്. ഏതെങ്കിലും ഒരു കുറ്റവാളിയെ പറയുമ്പോൾ ഭയപ്പെട്ടിട്ട് വേറെ നിരപരാധിയെയും കൂട്ടി പറയാം. കള്ളത്തരാണത്. ആരാണ് പറഞ്ഞതെന്ന് വ്യക്തമായി പറയണം. മുസ്ലിം രാഷ്ട്രവാദം ഇന്ത്യ രാജ്യത്ത് ആരെങ്കിലും അബദ്ധത്തിൽ പോലും ഉന്നയിച്ചാൽ അതിനെ എതിർക്കുന്നവരുടെ കൂട്ടത്തിൽ ഏറ്റവും മുന്നിൽ മുസ്ലിം ലീഗ് ഉണ്ടാവും.